പാചകവാതക വില വർധനവിനെതിരെ അടുപ്പുകൂട്ടി സമരവും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി കെഎസ്ആർടിസി ജംഗ്ഷന് സമീപം സമാപിച്ചു. പാചകവാതക വില വർധനവിനെതിരെ ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അടുപ്പുകൂട്ടി സമരവും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചത്. NS സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി കെഎസ്ആർടിസി ജംഗ്ഷന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന അടുപ്പുകൂട്ടി സമരം ജില്ലാ പ്രസിഡന്റ് S. സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 2 രൂപ ലിറ്ററിന് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഭരണാധികാരികൾ തീരുമാനിച്ചു. നമ്മുടെ നാട് വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുട്ടടി പോലെയായിരുന്നു ഗാർഹിക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ താൽപ്പര്യത്തിന് വിധേയമായി കേന്ദ്ര ഭരണാധികാരികൾ ഓരോ ദിവസവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്ന് പറഞ്ഞ ബി ജെ പിയുടെ ഗവൺമെൻറ്റാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കുന്ന കാലത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ ഈ രാജ്യത്ത് കാളവണ്ടിയിൽ, രാജ്യത്തിൻ്റെ പ്രധാന നഗരകേന്ദ്രങ്ങളിലെല്ലാം കാളവണ്ടിയിൽ സമരം ചെയ്ത പാർട്ടിയുടെ നേതാവാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുമ്പോഴാണ് ഈ രാജ്യം ദർശിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധന ഉണ്ടാവുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു, ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചു എന്ന കാരണം പറഞ്ഞിട്ടാണ് ഇവർ വില വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഗണ്യമായി കുറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് ജുറൈജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ട്രഷറർ സന്ദീപ് ചന്ദ്രൻ, സനൂജ്, അഖിൽ ST തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.